Good evening, everyone. Good evening, all of you. Solutions chapter ന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ +2 വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ചാപ്റ്റർ ആണ്. നേരത്തെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആണ്. സോ യുവർ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം +2 വിൽ ബി സൊല്യൂഷൻസ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഐഡിയ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. സോ യു സീ ഹിയർ എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻസ് ആണ്. രണ്ടാൾക്കാരെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മിക്സ്ചർ ആണ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്. അതുകൊണ്ട് ഇവിടെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിൽ നിങ്ങൾ ആ ഹോമോജീനിയസ് എന്ന ടേമിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ദർ ഈസ് വെൽ മിക്സിംഗ്, ദർ ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഇൻ നേച്ചർ. അപ്പം നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു സൊല്യൂഷൻ ഞാൻ കൺസിഡർ ചെയ്താൽ സൊല്യൂഷനിൽ നമുക്ക് ആരൊക്കെയുണ്ട്? സൊല്യൂട്ട് ആൻഡ് യു ഹാവ് സോൾവെന്റ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് 2 കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപ്പ് വെള്ളം എടുക്കുന്നു, സോൾട്ട് ഇൻ വാട്ടർ. ആ സോൾട്ട് സൊല്യൂഷനിൽ ദർ ആർ ഓൺലി 2 components. So if you have only 2 components then it is known as binary solution. ഉപ്പ് വെള്ളം ഒരു ബൈനറി സൊല്യൂഷൻ ആണ്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് പഞ്ചസാര കൂടി ഇട്ടെന്ന് വിചാരിച്ചോ. നൗ ദർ ആർ 3 components. One is sugar, one is salt and the other is water. അപ്പോൾ ടോട്ടൽ 3 പേരാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ അതിനെ ടേർണറി സൊല്യൂഷൻ എന്നും, ഇനി ഇതിലേക്ക് കുറച്ച് ലൈമ് കൂടി നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. നൗ യു ഹാവ് എ ക്വാട്ടേണറി സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ എപ്പോഴും 2 ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. പ്രാക്ടിക്കൽ കേസസിൽ ദർ ആർ several types of solution, but now we will be focusing on the binary solution. ബൈനറി സൊല്യൂഷന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബൈനറി സൊല്യൂഷൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 ആൾക്കാരെയാണ് മിക്സ് ചെയ്യുക. ടെർണറി ആണെങ്കിൽ 3 പേരെ, ക്വാട്ടേണറി ആണെങ്കിൽ 4 പേരെയൊക്കെ മിക്സ് ചെയ്യുന്നു. The idea is very simple. അതെ നകുൽ, is this clear? അപ്പം നിങ്ങൾ ഇതിൽ കുറേ സൊല്യൂഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ചില കേസസ് വിച്ച് ഈസ് റിട്ടൺ ഇൻ ദി ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് NCERT. അത് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയിലാണ്. ഫോർ യുവർ നീറ്റ് ഓർ JEE എൻട്രൻസ് എക്സാമിനേഷൻസിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ പഠിച്ചിരിക്കുന്ന ചില സൊല്യൂഷൻസ്. എക്സാമ്പിൾ ഈസ് അലോയ്സ്. അലോയ്സ് എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് 2 metals ആണ്. 2 or more മെറ്റൽസിനെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഹോമോജീനിയസ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് അലോയ്സ്. സോ വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് അലോയ്സ്? ബ്രാസ് കൺസിഡർ ചെയ്യുക. ബ്രാസ്, ബ്രോൺസ്, ജർമ്മൻ സിൽവർ. അല്ലെ, നമ്മൾ ഈ ബ്രാസ് എന്ന് പറയുന്നത് പിച്ചള എന്നൊക്കെ നമ്മൾ പറയുന്ന ബ്രാസ് ആണ്, വിച്ച് ഈസ് എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അപ്പോൾ കൂസൻ എന്ന് നമുക്ക് ആലോചിക്കാം. കോപ്പർ ആൻഡ് സിങ്കിന്റെ മിക്സ്ചർ ആണ് ബ്രാസ്. ബ്രോൺസ് എന്ന് പറയുന്നത് കുട്ടനാണ്. കുട്ടന് ബ്രോൺസ് മെഡൽ കിട്ടിയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. സോ കോപ്പറും ടിന്നും ആണ് ബ്രോൺസ് നമുക്ക് തരുന്നത്. നിക്കൂസൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. നിക്കൂസൻ ആണെങ്കിൽ അത് ജർമ്മൻ സിൽവർ ആണ്. കുട്ടൂസൻ എന്നൊക്കെ പറയുന്ന പോലെ നിക്കൂസൻ ജർമ്മനി പോയി എന്ന് ആലോചിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. ഇത് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ NCERT കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ആദ്യം പറഞ്ഞു സൊല്യൂഷൻസ് ഹോമോജീനിയസ് ആണ്. നൗ വി ഹാവ് സെവറൽ അലോയ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. കമ്മിങ് ടു ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ്, പല ടൈപ്പ് ഉണ്ട്. അതിൽ ബൈനറി സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് അനദർ എക്സാമ്പിൾ വെർ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്. ആ സൊല്യൂഷൻസിൽ നമുക്ക് സോളിഡ് സൊല്യൂഷൻസ് ഉണ്ടാവാം, ലിക്വിഡ് സൊല്യൂഷൻസ് ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ഗ്യാഷ്യസ് സൊല്യൂഷൻ. വാട്ട് ഈസ് എ സോളിഡ് സൊല്യൂഷൻ? വെൻ ദി സോൾവെന്റ് ഈസ് സോളിഡ്. സോളിഡ് ആണ് നമ്മുടെ സോൾവെന്റ്, മേജർ ആയിരിക്കുന്നയാളെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സോളിഡും മിക്സ് ചെയ്യുന്ന അലോയ് ആണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. 2 പേരും സോളിഡ് ആണ്. ഇനി ലിക്വിഡും സോളിഡും കൂടി നമുക്കിപ്പം ജെൽ ഐറ്റംസ് അല്ലെങ്കിൽ അമാൽഗം ഒക്കെ കൺസിഡർ ചെയ്താൽ അതിൽ സോളിഡ് ആണ് മെയിൻ ആയിട്ടുള്ള സോൾവെന്റ്, പിന്നെ ലിക്വിഡ് ഉണ്ട്. ഇവരുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് എക്സാമ്പിൾസ് നിന്ന് നമുക്ക് ചോദ്യം വരാം. ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഗ്യാസ് സോളിഡിൽ വരാം. ഹൈഡ്രജൻ ഗ്യാസ് പലേഡിയത്തിന് മേലെയുള്ളത് അതിനൊരു എക്സാമ്പിളാ. പലേഡിയം എന്ന് പറയുന്നത് സോളിഡ് ആണ്, അതിന് മേലെ ഹൈഡ്രജൻ ഗ്യാസ് വരുന്നു. നൗ ദിസ് ഈസ് ഗ്യാസ് ഇൻ സോളിഡ്. ഇഫ് യു കൺസിഡർ ലിക്വിഡ് സൊല്യൂഷൻ, നമ്മൾ ഇതിൽ ലിക്വിഡ് സൊല്യൂഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുമ്പോൾ.
You consider liquid solution where liquid will be the base or solvent. നമുക്കത് സോളിഡ് ലിക്വിഡിലിടാം, ഉപ്പ് വെള്ളം, സോൾട്ട് ഇൻ വാട്ടർ. ലിക്വിഡും മിക്സ് ചെയ്യാം, വെള്ളവും ആൽക്കഹോളും മിക്സ് ആക്കാം. നൗ ദിസ് ഈസ് ലിക്വിഡ് സൊല്യൂഷൻ. ഗ്യാസും ലിക്വിഡും വരാം, സോഡ വെള്ളത്തിലേക്ക് നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആക്കി മാറ്റാം. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് സൊല്യൂഷൻസ്. ഈ സൊല്യൂഷൻസ് ആണ് പ്രിഫറബ്ലി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ ഹാവ് gaseous സൊല്യൂഷൻ വെയർ ഗ്യാസ് ഈസ് ദി ബേസിസ്. സോളിഡ് ഗ്യാസിൽ വരാം, കാംഫറിൻ നൈട്രജൻ ഗ്യാസ് ആണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. ലിക്വിഡ് ഗ്യാസിനകത്ത് വരാം, ക്ലോറോഫോം ഇസ് എ ലിക്വിഡ്, അത് നൈട്രജന്റെ കൂടെ വരാം. ഗ്യാസും അത് എയർ ആണ്. എയർ എന്ന് പറയുന്നത് ഒരു ഗ്യാഷ്യസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻസിന്റെ ടൈപ്സ് നമുക്ക് പറയാം. എനി ഡൗട്ട്സ് എനിബഡി? അപ്പൊ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് യു ഷുഡ് നോ വാട്ട് ഈസ് എ സൊല്യൂഷൻ, ഡെഫിനേഷൻ ഓഫ് സൊല്യൂഷൻ, വാട്ട് ഈസ് എ ബൈനറി സൊല്യൂഷൻ, വാട്ട് ഈസ് എ ക്ലാസിഫിക്കേഷൻ ആൻഡ് വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഫോർ അലോയ്സ്. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ എൻട്രൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഇസ് ദാറ്റ് ക്ലിയർ? സൊല്യൂഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് എത്ര ആൾക്കാരുണ്ട് എന്ന് പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ഉപ്പ് വെള്ളം തരുമ്പോൾ മേ ബി ഉപ്പ് 1 സ്പൂണ് പ്രസന്റ് ആകാം, 2 സ്പൂണ് പ്രസന്റ് ആകാം. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു നോ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് സോൾട്ട് ആഡഡ്. ആ എമൗണ്ടിനെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും അളവിനെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ടേംസ് വെച്ചിട്ടാണ്. ആൻഡ് വാട്ട് ആർ ദി കോൺസെൻട്രേഷൻ ടേംസ് വി ആർ ഡിസ്കസിങ്? ഒന്ന് മാസ് പെർസെൻറ്റേജ്, വോള്യം പെർസെൻറ്റേജ്, മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്. അതാണ് പെർസെൻറ്റേജ് സൊല്യൂഷൻ വെച്ച് 3 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ PPM, പാർട്സ് പെർ മില്യൺ, അത് പാർട്സ് പെർ ബില്യണിൽ PPBയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, നോർമാലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കോൺസെൻട്രേഷൻ ടേംസ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് മൊളാരിറ്റി. ഇപ്പൊ കോൺസെൻട്രേഷൻ ടേംസ് കണ്ട് നമുക്ക് അതിന്റെ ചോദ്യങ്ങൾ ചെയ്യണം കുറച്ച്. ഇത്രയും ഓക്കെ ആണല്ലോ. മൊളാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതുകൊണ്ട് മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, മാസ് ബൈ മോളാർ മാസ് ആണ്. നൗ വോള്യൂം ഇൻ ലിറ്റർ ഇതാ. ഇനി വോള്യൂം ml തരുന്നതെങ്കിലോ ഇറ്റ് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോള്യൂം ml തരുന്നതെങ്കിൽ അതിനെ ലിറ്ററിലാക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് മേലേക്ക് വരുമ്പോൾ 1000 ആയി. ദാറ്റ് ഈസ് മൊളാരിറ്റി. അതിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ നമ്മൾ പറയാം? മോൾ പെർ ലിറ്റർ ആണ്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ഇൻ ലിറ്റേഴ്സ്. സോ യൂണിറ്റ് വിൽ ബി മോൾ പെർ ലിറ്റർ. അല്ലെങ്കിൽ മോളാർ എന്ന എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ടേം, മൊളാരിറ്റി. ഈ മൊളാരിറ്റി ഈവൻ 2024 JEE നീറ്റിനൊക്കെ വന്നിരിക്കുന്ന ചോദ്യം, 24 JEE സെക്കൻഡ് ഷിഫ്റ്റിൽ വന്ന ചോദ്യമായിരുന്നു, ആരാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്ന കോൺസെൻട്രേഷൻ ടേംസ്? എ കോൺസെൻട്രേഷൻ ടേം വിൽ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വോള്യം. കാരണം ചൂടാക്കുന്നതിനനുസരിച്ച് വോള്യത്തിലാണ് ചേഞ്ചസ് ഉണ്ടാവുക. ഞാൻ ഈ വെള്ളം ചൂടാക്കുമ്പോൾ അതിന്റെ വോള്യം കൂടും. ടെമ്പറേച്ചർ ചേഞ്ച് വിൽ എഫക്ട് ദി വോള്യം. അതുകൊണ്ട് വോള്യം എക്സ്പ്രഷനിൽ വരുന്ന മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? മൊളാരിറ്റി ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. Now let's consider molality, another expression. Molality എന്ന് പറയുന്നതും number of moles of solute present in 1 kilogram of solvent ആണ്. നേരത്തെ സൊല്യൂഷനിലാണെങ്കിൽ ഇപ്പോൾ സോൾവെന്റിലാണ് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് പറയാം. എങ്ങാനും സോൾവെന്റിന്റെ മാസ് ഗ്രാമിലാണെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മൊളാലിറ്റിയിൽ ഒരിക്കലും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല. മൊളാരിറ്റി ആണ് അശ്വിൻ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആവുന്നത്. ദീസ് ആർ ദ 2 ടേംസ്. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ പറയും? ഇറ്റ് ഈസ് മോൾ പെർ കിലോഗ്രാം ഓർ ഇറ്റ് ഈസ് മോളാൽ. ഇതാണ് അതിന്റെ യൂണിറ്റ്സ് പറയാം. മൂന്നാമത്തെ എക്സ്പ്രഷനിൽ കൊടുത്തിരിക്കുന്ന നോർമാലിറ്റി. നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വെൻ യു ടോക്ക് അബൌട്ട് pH ഓഫ് സൊല്യൂഷൻസ്
ആസിഡിന്റെയും ബേസിന്റെയും pH പറയുന്ന സമയത്ത് റിസൾട്ടന്റ് H+ കോൺസെൻട്രേഷൻ പറഞ്ഞാലേ pH കിട്ടുള്ളൂ. അപ്പൊ H+ ടോട്ടൽ എത്രയുണ്ട് എന്നറിയാൻ വേണ്ടി നോർമാലിറ്റി ഓഫ് ആസിഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. നോർമാലിറ്റി എന്ന് പറയുന്നത് ആസിഡ് ബേസ് സോൾട്ടുകളെ സംബന്ധിച്ച് റിയാക്ടിങ് സ്പീഷീസുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് നോർമാലിറ്റി. അപ്പൊ നോർമാലിറ്റി എന്ന് പറയുന്നത് മൊളാരിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ ml, ml-ലാണെങ്കിൽ ഇൻറ്റു N ഫാക്ടർ. ഇറ്റ്സ് വെരി ഈസി. N ഫാക്ടറിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ N ഫാക്ടർ ആയിട്ട് എഴുതാം. മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വലന്റ് മാസ് എന്നാണ്. സോ ദിസ് ഈസ് ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ ml. Or it is mass of solute by equivalent mass of solute into 1 by volume in liters. Mass by equivalent mass ne നമ്മൾ number of equivalents എന്നാ പറയാം. So that is equal to number of equivalents divided by volume in liter. അത് നോർമാലിറ്റി കണ്ടുപിടിക്കാൻ മൊളാരിറ്റി കണ്ടിട്ട് N ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ N ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാ? ആസിഡുകളെ സംബന്ധിച്ച് ഒരാറ്റത്തിനെ സംബന്ധിച്ച് അതിന്റെ വാലൻസിയാണ് N ഫാക്ടർ. ഇത് നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആവശ്യമുണ്ട്. വെൻ യു ടോക്ക് അബൌട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് N ഫാക്ടർ അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ. സോഡിയത്തിന്റെ വാലൻസി ഫാക്ടർ ഈസ് 1. കാരണം അത് ഫസ്റ്റ് ഗ്രൂപ്പാണ്, അതിന്റെ വാലൻസിയാണ് നമ്മൾ പറയേണ്ടത്. കാൽഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ്, വാലൻസി ആണ് ഒരാറ്റത്തെ സംബന്ധിച്ച് വാലൻസി ഫാക്ടർ അല്ലെങ്കിൽ N ഫാക്ടർ. അലൂമിനിയം 13th ഗ്രൂപ്പാണ്, 3 is its വാലൻസി. ഇനി ഞാൻ ഒരു അയോണിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് അതിന്റെ ചാർജ് ആണ്. സൾഫേറ്റിന്റെ വാലൻസി 2 വന്നത് അതിന്റെ ചാർജ് ആയതുകൊണ്ടാണ്. ക്ലോറിന്റെ വാലൻസി 1 ആയത് Cl-, അവിടെ 1 ആണ് ചാർജ് കൊടുത്തത്. ഫോസ്ഫേറ്റിൽ നോക്കിയേ 3- എന്ന് എഴുതിയത് കൊണ്ട് അതിന്റെ ചാർജ് ആണ് വാലൻസി ഫാക്ടർ. ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആസിഡിനെ ആണെങ്കിൽ വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് H+ന്റെ എണ്ണമാണ്. അത് ചെറുതാക്കി എഴുതട്ടെ. H2SO4 2 ആവാൻ അവിടെ 2 H+ പ്രസന്റ് ആയതാണ്. ബേസിനെ സംബന്ധിച്ച് വാലൻസി ഫാക്ടർ OH- നമ്പർ ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ 2 OH- ഉള്ളത് കൊണ്ടാണ് അവരുടെ N ഫാക്ടർ 2 ആയത്. യെസ്, ഓക്കെ. യു ഹാവ് എനി ഡൗട്ട്സ്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട നോർമാലിറ്റി എന്ന് പറയുന്നത് മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ ആണ്. N ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ആവശ്യം ആസിഡും ബേസും സോൾട്ടും ആണ്. ആസിഡിന് N ഫാക്ടർ നമ്പർ ഓഫ് H+ ആണ്, ബേസിന് നമ്പർ ഓഫ് OH- ആണ്, സോൾട്ടില് ടോട്ടൽ ചാർജിന്റെ എണ്ണമാണ്, ടോട്ടൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും, അത് ക്യാൻസൽ ആവും. Na+ എന്ന് പറഞ്ഞപ്പോഴേക്ക് നോക്കി അവിടെ ടോട്ടൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാൽഷ്യം ക്ലോറൈഡിൽ Ca2+ എന്ന് എഴുതുമ്പോൾ ഒരു കാൽഷ്യം ഉള്ളത്, ഒരു ടോട്ടലുള്ള പോസിറ്റീവ് ചാർജ് 2 ആണ്. ടോട്ടൽ കാറ്റയോണിന്റെ ചാർജ് എഴുതിയാൽ മതി കേട്ടോ. അലൂമിനിയം ക്ലോറൈഡിന്റെ കേസിൽ Al3+ ആണ്, അതുകൊണ്ടാണ് അതിന്റെ N ഫാക്ടർ 3 ആയത്. ഒരു അലൂമിനിയാണ് അലൂമിനിയം ക്ലോറൈഡിലുള്ളത്. കാൽഷ്യം ഫോസ്ഫേറ്റിൽ 3 കാൽഷ്യം ഉണ്ട്, ഒരു കാൽഷ്യത്തിന് +2 ആ ചാർജ്. അങ്ങനെ 3 കാൽഷ്യം വരുമ്പോൾ +6 ആണ് ചാർജ് നമുക്ക് വരിക. N ഫാക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നോക്കുക, അത് കൂടാതെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. ഏതെങ്കിലും കോൺസെൻട്രേഷൻ ടേംസിൽ പറഞ്ഞതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമേ. മോൾ ഫ്രാക്ഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് A by total number of moles. Chi B is number of moles of B by total moles. Chi A by Chi B എന്ന് പറയുന്നത് NB by NA ആണ്. അതെങ്ങനെ കിട്ടുക?
കൈ ബി ബൈ കൈ എ ഈസ് എൻ ബി ബൈ എൻ എ എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം നോർമാലിറ്റി, മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഈ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ ഇനി നമ്മൾ കാണാനുള്ളത് പെർസെൻറ്റേജ് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ടേമുകളാണ്. മാസ് പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100-ൽ 90 മാർക്ക് എന്നാണ്. എൻ്റെ കയ്യിൽ ഒരു 90% സൊല്യൂഷൻ ഉണ്ട് ബൈ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോട്ടൽ മാസ് 100 ആണെങ്കിൽ, ടോട്ടൽ മാർക്ക് 100 എന്ന് പറയുന്നത് പോലെ ടോട്ടൽ മാസ് 100 ആണെങ്കിൽ അതിൽ 90 ഗ്രാം ആണ് സൊല്യൂട്ട് പ്രസന്റ് ആയിരിക്കുന്നത്. 90 ഗ്രാം സൊല്യൂട്ട് ആണ് 100 ഗ്രാം സൊല്യൂഷനിൽ പ്രസന്റ് ആയിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് ബൈ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇനി പെർസെൻറ്റേജ് ബൈ വോള്യം ആണെങ്കിലോ, പെർസെൻറ്റേജ് ബൈ വോള്യം ഈസ് വോള്യം ഓഫ് സൊല്യൂട്ട് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. 100 ml എത്ര പെർസെൻ്റ് ആണ്? 100 മാർക്കിൽ, 100 ഗ്രാമിൽ, 100 ml എത്ര ആൾക്കാർ പ്രസന്റ് ആണ്? ഇഫ് ഇറ്റ് ഈസ് മാസ് ബൈ വോള്യം, മേലെ മാസ് കൊടുക്കുക, മാസ് ഓഫ് സൊല്യൂട്ട്, താഴെ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഹൗ യു ഗോ ഫോർ ദി പെർസെൻറ്റേജ് കാൽക്കുലേഷൻസ്. പെർസെൻറ്റേജ് എല്ലാം 100-ൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയല്ലേ മാർക്കിന്റെ പെർസെൻറ്റേജ് കാണുക. കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100, അതാണ് നമ്മുടെ മാർക്കിന്റെ പെർസെൻറ്റേജ്. അതേപോലെ സൊല്യൂട്ടിന്റെ മാസ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് മാസ്. പെർസെൻറ്റേജ് കണക്കുകൾ 100-ൽ പറയുന്നത് കൊണ്ടാണ് ഇൻറ്റു 100 അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പെർസെൻറ്റേജ് കണക്കിനെ മാറ്റിയിട്ട് മില്യണിലാണ് കണക്ക് പറയുന്നതെങ്കിൽ, 100-ലുള്ള കണക്ക് മാറ്റിയിട്ട് 1 മില്യണിലുള്ള കണക്ക് അല്ലെങ്കിൽ 10 ലക്ഷത്തിലുള്ള കണക്കാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് പാർട്സ് പെർ മില്യൺ ആയി. അപ്പോൾ PPM എന്ന് പറയുന്ന പാർട്സ് പെർ മില്യൺ, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100-ന് പകരം 10⁻⁶ ആയി. അപ്പോൾ അത് മില്യൺ ആയി. 10⁹ ആണെങ്കിൽ ബില്യൺ പറയും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100-ന് പകരം 10⁻⁶. അത്രയേ ഉള്ളൂ. എന്താണോ പെർസെൻറ്റേജ് ബൈ മാസ് അതിനെ 10⁻⁴ ചെയ്ത PPM കിട്ടും നമുക്ക്. വെരി ഈസി. ഇത്രയും പറഞ്ഞിരിക്കുന്നതിലെ കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ കാര്യങ്ങൾ? See the question here, what is the mole fraction of glucose in 10% mass by mass glucose solution? ഇതിന്റെ ആൻസർ പറയണം. What is the mole fraction of glucose? അതാണ് ചോദ്യം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്? ഗ്ലൂക്കോസും പിന്നെ വെള്ളത്തിലാണല്ലോ, വാട്ടറിന്റെയും നമ്പർ ഓഫ് മോൾസ് ആണ്. ആദ്യം എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ്? ഇറ്റ് ഈസ് മാസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ മാസ് ബൈ മോളാർ മാസ്. എത്ര മാസാണ് ഗ്ലൂക്കോസ് പ്രസന്റ് ആയിരിക്കുന്നത്? എത്ര മാസാന്ന് കറക്റ്റ് ചോദ്യത്തിൽ പറഞ്ഞില്ലല്ലോ, പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, 10% ബൈ മാസ്. 10% ബൈ മാസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? We understand 10 gram glucose is present in 100 gram solution. 100 gram solution എന്ന് പറഞ്ഞാൽ 90 gram water ആയിരിക്കും. ബിക്കോസ് 90 gram വാട്ടറും 10 gram ഗ്ലൂക്കോസും ആണ് 100 ആയിട്ട് മാറുക. ദിസ് ഈസ് അവർ ഐഡിയ. Now substitute these values in your equations. Mass of solute is equal to 10 gram glucose. ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് അറിയോ? C6H12O6 ആണ്. മോളാർ മാസ് ചെയ്യുമ്പോൾ 180 നമുക്ക് കിട്ടും. ദിസ് ഈസ് 1/8 അല്ല 1/18.
So 0.055 ആണ് ആൻസർ കിട്ടുക. വെരി ഗുഡ് ഗൗരി, വെരി ഗുഡ്. You have number of moles of glucose. ചെയ്തോ? റെഡി. ഇനിയിപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് കേസ്. ഓക്കെ അജിൻ, റെഡി. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുമ്പോൾ മാസ് ഓഫ് വാട്ടർ ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ ചെയ്യണം. 90 ആണ് വാട്ടർ ഗ്രാം ഉണ്ടാവുക. മോളാർ മാസ് H2O മോളാർ മാസ് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി 18 ആണ്. സോ ദാറ്റ് ഈസ് 5 മോൾ. നൗ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു 0.055 by 0.055 plus 5. ഇത് ഓൾമോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 0.011 എന്ന് കിട്ടും അല്ലേ? 0.011. യുവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. യു ഗെറ്റ് എ? യെസ് സിദ്ധാർത്ഥ്, വെരി ഗുഡ്, വെരി ഈസി. See next question, what is the molarity of a solution containing 10 gram of NaOH in 500 ml of solution? What is molarity? Molarity ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. വേഗം ചെയ്തോളൂ. Mass of solute is given 10 gram NaOH. Volume of solution given 500 ml. Now what is molarity? Molarity is mass of solute by molar mass of solute into ml ilana volume engil 1000 by volume of solution in ml. So that is equal to 10 gram divided by NaOH ന്റെ molar mass എത്രയാ? Sodium 23, oxygen 16, hydrogen 1. You get 40 into 1000 by volume of solution is 500. Now you solve it. It's 1/2. It should be 0.5 molar. Option C. You get C. Yes, Albert. Ready? C is your answer. Very easy. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many grams of NaOH are present in 250 ml of 0.5 molar solution? What are the details given? നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എൻട്രൻസിന് ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാം. പിന്നെ സ്കൂളിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് കൂടി എഴുതിയാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? വോള്യൂം ഓഫ് സൊല്യൂഷൻ ഈസ് ഗിവൺ 250 ml. Molarity is given 0.5 molar or half molar. How many grams? Mass of solute ആണ് ആവശ്യം. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് പറയാം NaOH ആണ്. ഇപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. ഇറ്റ് ഈസ് 14. So now molarity is equal to mass of solute by molar mass of solute into 1000 by volume of solution in ml. 0.5 is equal to mass of solute കണ്ടുപിടിക്കണം. molar mass 40 into 1000 by 250. So ഇത് 4 times, ഇത് 10. WB is equal to 5 gram. Are you again getting 5 gram C? C കിട്ടി. Very good, very good Devnanda. Very good Gauri, Klamu, very good. Next question. What will be the molarity? Albert, rejoin. What will be the molarity of 30 ml of 0.5 molar H2SO4 diluted to 500 ml? What will be the molarity of 30 ml of 0.5 molar H2SO4 solution diluted to 500 ml? നമ്മൾ 30 ml 0.5 molar H2SO4 സൊല്യൂഷൻ എടുത്തു. ഇതിനെ ഡൈല്യൂട്ട് ചെയ്തു. ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ അഡീഷൻ ആണ്. H2SO4 ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. വെള്ളം മാത്രം നമ്മൾ ആഡ് ചെയ്തു.
ഓക്കെ, അങ്ങനെ വെള്ളം മാത്രം ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വോള്യൂം കൂടുമല്ലോ. സോ നൗ യു ഹാവ് എ ന്യൂ വോള്യൂം. ലെറ്റ് us say this is old volume, now this is new volume. അതറിയില്ല, അല്ലേ? ന്യൂ വോളിയം അറിയടാ. ഇറ്റ് ഈസ് ന്യൂ വോളിയം 500 ml എന്ന് തന്നു. 30 ml ഉള്ളതിനെ 500 ml ആക്കി മാറ്റി. വാട്ട് ഈസ് ദ മൊളാരിറ്റി എന്ന ചോദ്യം. സോ ലെറ്റ് us say ഇനീഷ്യൽ മൊളാരിറ്റി M1 എന്ന് വിളിക്കാം. വാട്ട് വി നോ ദാറ്റ്, നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് യെസ് നമുക്കിവിടെ വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, H2SO4 ആഡ് ചെയ്യുന്നില്ല. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 ബിഫോർ ഡൈല്യൂഷൻ should be equal to number of moles of H2SO4 after dilution because only water is added, H2SO4 are not added. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? മൊളാരിറ്റി എന്ന് പറയുന്നത് N/V ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് മൊളാരിറ്റി ഇൻറ്റു V ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, മൊളാരിറ്റി ഇറ്റ് ഈസ് M1V1 is equal to M2V2. Therefore M2 is equal to M1V1 by V2. You get 0.03, right? So your answer is option B. It's 0.03 molar. But dilution ചെയ്യുന്ന സമയത്ത് when a solution is diluted, its molarity changes, molarity decreases. ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈല്യൂഷൻ ഫോർമുല M1V1 is equal to M2V2 എന്നുള്ള ഡൈല്യൂഷൻ ഫോർമുലയാണ് നമുക്കതിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അത് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഇതേപോലെ നിങ്ങൾ ഡൈല്യൂഷൻ അല്ലാതെ നേരത്തെ നമ്മൾ ചെയ്തത് എന്താ? സൾഫ്യൂരിക് ആസിഡിന്റെ സൊല്യൂഷനിലേക്ക് വെള്ളത്തെ മാത്രം ആഡ് ചെയ്തപ്പോഴാണ് ഡൈല്യൂഷൻ നടന്നത്. ഇനിയിപ്പോ ഇതില് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഞാൻ മറ്റൊരു സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ? വെള്ളമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ, if there is another salt solution you are adding to this H2SO4, then resultant molarity is equal to M1V1 plus M2V2 by total volume. അതാണ് resultant molarity. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെമി മോളാർ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണെന്ന് അറിയണം, ഡെസി മോളാർ എന്ന് പറഞ്ഞാൽ 0.1 ആണ് അല്ലെങ്കിൽ 10⁻⁻1 ആണ്, സെന്റി മോളാർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 അല്ലെങ്കിൽ 0.01 ആണ്. ഇങ്ങനെയുള്ള ടേംസ് നമുക്ക് പരിചയിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് മാത്രമായിരിക്കുമോ വരിക? അല്ല. ഇപ്പൊ മൊളാരിറ്റി ഇവരുടെയൊക്കെ ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം. ഇവരെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ പ്രസന്റ് ആവാം. സി ഫോർ എക്സാമ്പിൾ, മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ തന്നിട്ട് മൊളാലിറ്റി ചോദിച്ചാൽ എളുപ്പ വഴിക്ക് നിങ്ങൾക്ക് ഈ ഫോർമുല ഓർമ്മിക്കാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു KB by KA into 1000 by MA, where KB is mole fraction of B, KA mole fraction of A into 1000 by MA mole fraction അല്ല, it is molar mass of solvent. അത് നമുക്ക് യൂസ് ചെയ്യാം. പെർസെൻറ്റേജ് മാസ് ബൈ വോള്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ബൈ മാസ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. കാരണം ഡെൻസിറ്റി മാസ് ബൈ വോള്യം ആണ്. അപ്പോൾ വോള്യം എന്ന് പറയുമ്പോഴേക്ക് മാസ് ബൈ ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി മേലേക്ക് പോകും. Therefore percentage by volume is equal to percentage by mass into density എന്ന് പറയാം. മൊളാരിറ്റിയും പെർസെൻറ്റേജും തമ്മിൽ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് മാസ് ബൈ മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 or percentage mass by volume into 10 by molar mass of solute. ഇതൊക്കെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഐഡിയാസ്. ഏതൊക്കെ പഠിക്കണം? മോൾ ഫ്രാക്ഷൻ തന്നിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പെർസെൻറ്റേജ് ബൈ മാസോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ വോള്യൂമോ തന്നിട്ട് മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇത് രണ്ടിനും ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് വരുന്ന സ്ഥിരമായിട്ട് വരാറുള്ള ചോദ്യം, ജെയ്ക്കും നീറ്റിനൊക്കെ നിങ്ങൾ കാണുന്ന ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺവേർഷൻ അല്ലെങ്കിൽ റിലേഷൻ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്, മൊളാരിറ്റി തന്ന് മൊളാലിറ്റി ചോദിക്കും. ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ ഉണ്ടാവും.
So density is equal to m, molarity, into mb by 1000 plus 1 by small m. വലിയ എം പുറത്താണ് വല്യമ്മ, ചെറിയ എം അകത്താണ് കുഞ്ഞമ്മ. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വല്യമ്മ ഇൻറ്റു എം ബി ബൈ 1000 പ്ലസ് 1 ബൈ കുഞ്ഞമ്മ. മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ 1000 പ്ലസ് 1 ബൈ എം. ദിസ് ഈസ് വെരി റെലവൻറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ലെറ്റ് us see a question. ചെയ്ത് നോക്കാം നമുക്കിത്. An X molar solution of a compound in benzene has mole fraction of solvent equal to 0.8. നമ്മുടെ കയ്യിൽ ഒരു എക്സ് മോളാൽ സൊല്യൂഷൻ ഓഫ് കോമ്പൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് മൊളാലിറ്റി ആണ് നമ്മുടെ കയ്യിലുള്ളത്. എ കോമ്പൗണ്ട് ഇൻ ബെൻസീൻ. അപ്പോൾ ബെൻസീൻ ആണ് സോൾവെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബെൻസീൻ എന്ന് പറയുന്നത് C6H6 ആണ് നമ്മുടെ ബെൻസീൻ. C6H6 ആകുമ്പോൾ നമുക്ക് അവരുടെ മോളാർ മാസൊക്കെ അറിയാം. 12 × 6, 12 × ശ്രീഹരിയെ 12 × 6 72 + 6 78ഒക്കെയാണ് ബെൻസീനിന്റെ മോളാർ മാസ് വരിക. ബെൻസീനാണ് സോൾവെന്റ്. ആ കോമ്പൗണ്ടിലാ. അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഐഡിയ എന്താ? സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ 0.8 ആണ്. സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ 0.8 ആണെങ്കിൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ 1 - Ka ആണ്. സോ ദാറ്റ് ഈസ് 0.2. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കണം. ഡയറക്റ്റ് റിലേഷൻ അപ്ലൈ ചെയ്താൽ എളുപ്പമായി. ബിക്കോസ് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു Kb ബൈ Ka ഇൻറ്റു 1000 ബൈ Ma. Kb എന്ന് പറയുന്നത് 0.2 ബൈ 0.8 ഇൻറ്റു 1000 ബൈ Ma എന്ന് പറയുന്നത് സോൾവെന്റിന്റെ മോളാർ മാസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 1/4 ആണ്, ഇത് 250, 250 ബൈ 78, 3/21, 210, ബാക്കി 40 ഉണ്ടാവും, അല്ലെങ്കിൽ 30 സംതിങ് ഉണ്ടാവും. 3 point something ആണ്. യുവർ ആൻസർ ഷുഡ് ബി 3.2. കേട്ടോ? റെഡി. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം മണിയുണ്ടോ കേട്ടോ. നമുക്ക് ഈ ചോദ്യം നോക്കാം. 2024 JEE ഒരു ക്വസ്റ്റ്യൻ ആണ്. Let us see the question. The density of X molar solution of NaOH is 1.12 gram. നോക്കണേ, ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് എക്സ് മോളാർ സൊല്യൂഷൻ ഈസ് 1.12 gram per ml. എക്സ് മോളാർ മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈൽ മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഈസ് 3 മോളാൽ. ഇപ്പൊ മൊളാലിറ്റി തന്നു, മൊളാരിറ്റി ചോദിച്ചു, ഡെൻസിറ്റി തന്നു. വാട്ട് ഈസ് യുവർ റിലേഷൻ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വല്യമ്മ ഇൻറ്റു MB by 1000 പ്ലസ് 1 ബൈ കുഞ്ഞമ്മ. ദാറ്റ് ഈസ് എ റിലേഷൻ. ഡെൻസിറ്റി 1.12 ഈസ് ഈക്വൽ ടു മൊളാരിറ്റി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് MB? MB എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് ഇവിടെ ചോദ്യത്തിൽ NaOH തന്നിരിക്കുന്നത്, അതിന്റെ മോളാർ മാസ് 40 ആണ്. സോ 40 by 1000 പ്ലസ് 1 ബൈ മൊളാലിറ്റി 3. ദിസ് ഈസ് ഈക്വൽ ടു 1.12 ഇൻറ്റു M ഇൻറ്റു 0.04 പ്ലസ് 1/3 ആണ് നമുക്ക് കിട്ടിയത്, വിച്ച് ഈസ് 0.33. സോ 1.12 ഈസ് ഈക്വൽ ടു M ഇൻറ്റു 0.37. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 1.12 ബൈ 0.37. 4 12, അറൗണ്ട് 3 വരും. ഇറ്റ് ഷുഡ് ബി 3. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അത് റിലേഷൻ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. റിലേഷൻ കിട്ടിയാൽ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അപ്പൊ കോൺസെൻട്രേഷൻ ടേംസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റിലേഷൻസിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആൻഡ് ഡെൻസിറ്റി. ഇവരുടെ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടിരിക്കുന്നത് സോലബിലിറ്റി ആയിരുന്നു.
സോ സോളിബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ആൾക്കാരെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ കണക്കിനെയാണ് സോളിബിലിറ്റി പറയാം. സോ ഇഫ് യു ടേക്ക് എ ലിക്വിഡ് സൊല്യൂഷൻ, ഞാനൊരു ബീക്കറിൽ ലിക്വിഡ് എടുത്തിരിക്കുകയാണ്, ഈ ലിക്വിഡ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസിലേക്ക് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയേ, പല ഘടകങ്ങളായിരിക്കും ഇതിന്റെ സോളിബിലിറ്റിയെ തീരുമാനിക്കുന്നത്. ഒന്ന്, സോൾവെന്റും സൊല്യൂട്ടിന്റെയും നേച്ചർ. ഞാനിപ്പം വെള്ളത്തിലേക്ക് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവില്ല. അപ്പൊ നേച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരേപോലെയുള്ള ആൾക്കാർ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ അതിൽ ഘടകമാണ്. ചിലതിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കൂടും, ചിലതിൽ കുറയും. പ്രഷർ സോളിഡ് ആണെങ്കിൽ പ്രഷറിന് വലിയ റോളൊന്നുമില്ല. നമ്മൾ ടെമ്പറേച്ചറും അതുപോലെ നേച്ചറും ആയിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്. And if you consider solubility of a gas in liquid, ഇപ്പൊ ലിക്വിഡിലേക്ക് നമ്മൾ സോഡ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. സോഡ വാട്ടർ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതെ അജിൻ, വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ചെയ്യാൻ പ്രഷറൈസ് ചെയ്യണം. ഇപ്പൊ ഗ്യാസസിന്റെ കേസിൽ പ്രഷറൈസ് ചെയ്യുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കൂടുകയും എന്നാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് പോകും, സോളിബിലിറ്റി കുറയുകയും ചെയ്യും. ഗ്യാസസിന്റെ സോളിബിലിറ്റി പ്രഷറുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് എങ്ങനെയാ പറഞ്ഞേ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു solubility, or partial pressure of a gas is directly proportional to solubility or mole fraction of gas in the solution. എത്ര പ്രഷർ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. ഇതാണ് ഹെൻറീസ് ലോ, P is equal to KH into Chi എന്ന് പറഞ്ഞേ. ഇതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യാം. പാർഷ്യൽ പ്രഷർ വേഴ്സസ് കൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനാ കിട്ടുക. വേർ KH is your slope. വെരി ഈസി. ഇനി KH ഉം സോളിബിലിറ്റിയും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എന്താ? KH ഉം കൈയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓർ KH is inversely related to solubility. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏതിനാണോ KH കൂടുതൽ അവരുടെ സോളിബിലിറ്റി കുറവായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കുറവാണ്, അഥവാ അവരുടെ KH കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഹെൻറീസ് ലോയെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഗ്യാസസിന്റെ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ സോളിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ സ്ക്യൂബ ഡൈവേഴ്സ് കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കൂടി നൈട്രജൻ ഒക്കെ നമ്മുടെ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോ അങ്ങനെ നമുക്ക് തുടങ്ങിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നൈട്രജൻ നമ്മുടെ ബ്ലഡിലേക്ക് സോളിബിൾ ആവുന്നു. ആൻഡ് വെൻ യു കം ബാക്ക് സീ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നൈട്രജൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ വളരെ പെയിൻഫുൾ ആയിരിക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബെൻസ് എന്ന് വിളിച്ചത്. ആ ബെൻസ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്തു ഹീലിയം വെച്ച്. ആ പെർസെൻറ്റേജ് ഡൈല്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണ് ഡൈല്യൂട്ട് ചെയ്തതെന്നുള്ളത് ശ്രദ്ധിക്കണം. 11.7% ഹീലിയം, 56.2% നൈട്രജൻ ആൻഡ് 32% ഓക്സിജൻ. പിന്നെ നമ്മുടെ സോളിബിലിറ്റി അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാകുന്നതൊക്കെ സോളിബിലിറ്റിയായി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഗ്യാസസിന്റെ സോളിബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നൗ ലെറ്റ് us കൺസിഡർ 2 ലിക്വിഡ് സൊല്യൂഷൻസ്. നോക്കിയേ, 2 ലിക്വിഡ് സൊല്യൂഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാൻ കാണുന്നുണ്ട് അജിൻ. 2 ലിക്വിഡ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ലിക്വിഡ് സൊല്യൂഷൻസും ആകാം, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസും ആകാം. ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഹെൻറീസ് ലോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹെൻറീസ് ലോ വെച്ചാ. ബാക്കിയുള്ളവരുടെ സോലിബിലിറ്റി അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഒക്കെ നമ്മൾ കാണുന്നത് റൗൾസ് ലോ വെച്ചിട്ടായിരിക്കും. റൗൾസ് ലോ രണ്ട് ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുക, ലിക്വിഡ് സൊല്യൂഷൻസിനും സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിനും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിലെവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ലിക്വിഡുകൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലിക്വിഡ്സ് ആക്ച്വലി ഇതിന്റെ ഉള്ളിൽ കൂടി കറങ്ങി നടപ്പാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നിൽക്കുക. They collide each other. Some collisions are resulting into the escaping of the molecule. അപ്പൊ ഇവരിങ്ങനെ പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. ചില സമയത്ത് കൊളീഷൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ തെറിച്ചു പോകും. അങ്ങനെ തെറിച്ചു പോയിരിക്കുന്ന ഈ ആളെയാണ് വേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആസ് liquids are having random motion, zigzag motion and collisions. Some collisions, if it is happening at the surface level, the molecule can escape from the surface, which gives you vapors. ആ vapors കുറേ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അല്ലേ. കുറേ collisions വരുമ്പോൾ കുറേ vapors ഉണ്ടാവും. ഈ vapors അതിൻ്റെ ലിക്വിഡിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞത്. അപ്പൊ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുന്നത് എന്തിനെയാണ്? ഒരാളുടെ എയുടെ വേപ്പർ പ്രഷർ അതിന്റെ അളവിനനുസരിച്ചാണ് ഉണ്ടാവുക. ശരിയല്ലേ? ഞാൻ കുറേ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ സർഫേസ്, വളരെ നീണ്ട സർഫേസ് ആണെങ്കിൽ കൂടുതൽ വേപ്പറൈസ് ചെയ്യും. രണ്ടാൾക്കാരെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എയും ബിയും, എയുടെ അളവ് കൂടുതലാണെങ്കിൽ അതിന്റെ വേപ്പേഴ്സ് കൂടുതലായിരിക്കും. ഇനി ബിയുടെ അളവാണ് കൂടുതലെങ്കിൽ അതിന്റെ വേപ്പേഴ്സ് അതിനനുസരിച്ച് കൂടും. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഓർ വേപ്പർ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു കൈ എ എന്നും, പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഓർ വേപ്പർ പ്രഷർ ഓഫ് ബി ഇൻ ദ ലിക്വിഡ് സൊല്യൂഷൻ ഈസ് ടോട്ടൽ പ്രഷർ ഇൻറ്റു കൈ ബി എന്നുമാണ് റൗൾസ് ലോ നമുക്ക് പറഞ്ഞു തന്നത്. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് volatile component is directly proportional to its mole fraction, or PA is equal to total pressure into chi A. Similar ആയിരിക്കുന്ന ഗ്രാഫ്. യെസ് ശ്രീഹരി, വെരി ഗുഡ്. സിമിലർ ഗ്രാഫ്. അത് നേരത്തെ നിങ്ങൾക്ക് ഹെൻറീസ് ലോയ്ക്ക് എന്ത് ഗ്രാഫ് കിട്ടിയോ അതേ ഗ്രാഫ് നമുക്ക് ഇവിടെ കിട്ടി. നോക്കിയേ, PA വേഴ്സസ് chi A. Now this is your graph. അതാ ഗ്രാഫ് കിട്ടുക. PB വേഴ്സസ് chi B. Now this is your graph. ഇത് രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്യാം. You take a liquid solution, you get a graph like this. ഇവിടെ ഓരോന്നും ശ്രദ്ധിച്ചാൽ അറിയാം. chi A 0-ൽ നിന്ന് 1-ലേക്ക് വരുന്നു. So this is your PA. This is your PA. This is your PB and this is total pressure. അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്നൊക്കെ വിളിക്കും. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ റൗൾസ് ലോയുടെ ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. രണ്ടുപേരും ലിക്വിഡ്സ് ആണ്. രണ്ട് ഗ്രാഫ് കാണാം. ഇതിൽ ഒരാൾ സോളിഡ് ആണെന്ന് വിചാരിച്ചേ. ബി എന്ന് പറയുന്നത് സോളിഡ് ആണ്, അഥവാ നോൺ വോളറ്റൈൽ ആയിരിക്കുന്ന സൊല്യൂട്ട് ആണ്. വെള്ളം. ഉപ്പ് ഒരിക്കലും ആവിയാവൂല, വെള്ളം മാത്രമേ ആവിയായി പോവുള്ളൂ. അപ്പൊ എനിക്ക് PA is equal to total pressure into chi A എന്ന് പറയാം. PB എന്ന് പറയുന്നതില്ല, കാരണം അത് ആവിയായി പോകുന്നില്ല. അപ്പൊ റൗൾസ് ലോ പ്രകാരം അത് സിദ്ധാർത്ഥ ആലോചിച്ച് നോക്കി, അളവ് കൂടുന്നതിനനുസരിച്ചിട്ടല്ലേ കൂടുതൽ കിട്ടുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ആൽക്കഹോളും വാട്ടറും കൂടി മിക്സ് ചെയ്യാണ് സിദ്ധാർത്ഥ്. അപ്പൊ ആൽക്കഹോളും വാട്ടറും കൂടി ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയേ, രണ്ടും കൂടി മിക്സ് ചെയ്ത് ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവിടെ എത്രമാത്രം ആൾക്കാരുണ്ട് എന്നുള്ളത് അളവിനനുസരിച്ച് കൂടി ഡിപ്പെൻഡ് ചെയ്യില്ലേ. ഇപ്പൊ എൻ്റെ കയ്യിൽ വെള്ളം കുറേ ഉണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് വേപ്പേഴ്സിൽ വെള്ളം കൂടൂലേ. അങ്ങനെയാണ് വേപ്പർ പ്രഷർ ഓഫ് വെള്ളം ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് വെള്ളം ഇൻ ദ സൊല്യൂഷൻ എന്ന് പറയാം. ഈസ് ദാറ്റ് ക്ലിയർ? ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസ് വരുന്ന സമയത്തുള്ള ഗ്രാഫ്
അങ്ങനെ നിങ്ങൾക്ക് റാവുൾസ് ലോ ടോട്ടൽ പ്രഷർ ഈസ് PA + PB ഓർ P0A കൈ A + P0 കൈ B എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ റാവുൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തത്. ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒബേ ചെയ്യും, റാവുൾസ് ലോ ഒബേ ചെയ്യും. അവിടെ ΔV മിക്സിങ് 0 ആണ്, ΔH മിക്സിങ് 0 ആണ്. ΔG എന്താ? ΔG നെഗറ്റീവ്. സ്പോണ്ടേനിയസ് ആയിരിക്കുന്ന ഏതൊരു പ്രോസസ്സിൻ്റെയും ΔG ഗിബ്സ് എനർജി നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവരുടെ ΔV മിക്സിങ്ങും ΔH മിക്സിങ്ങും ഒക്കെ 0 ആയത്? ഇവർ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആൾക്കാരാണ്. P എന്നുള്ളത് പാർഷ്യൽ വേപ്പർ പ്രഷറും P0 എന്നുള്ളത് വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റും ആണ്. യെസ് കറക്റ്റ്. P0 ആണ്. P0A കൈ A + P0B കൈ B. P0 എന്ന് റെപ്രസെന്റ് ചെയ്ത് PT എന്നല്ല. ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റഡ് ആസ് P0 ഓൺലി. ഇവിടെ P0 ആണ്, ടോട്ടൽ പ്രഷർ അല്ല. ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ PA + PB ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന P0 എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ പ്രഷർ വെൻ യു ഹാവ് ഓൺലി ദ സോൾവെന്റ്. നേരത്തെ എഴുതിയിരിക്കുന്നതിൽ PT എന്നല്ല, P0 എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ PA എന്ന് പറഞ്ഞിരിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് A ഇൻ ദ സൊല്യൂഷൻ എടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ. P0A എന്ന് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് A. അത് A മാത്രമേ ഉള്ളൂ, പ്യുവർ Aയുടെ വേപ്പർ പ്രഷർ ആണ്. സോൾവെന്റ് മാത്രം എടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്. ഇറ്റ്സ് P0. റെഡി? യെസ്, അതെ. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഇന്ററാക്ഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഐഡിയൽ സൊല്യൂഷൻസ് എന്തുകൊണ്ട് ഇവരുടെ ΔH മിക്സിങ് 0 ആയി? ഇപ്പൊ നോർമലി നമ്മൾ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നോർമലി ഞാൻ രണ്ടാൾക്കാരെ മിക്സ് ചെയ്യുന്നു. രണ്ടാൾക്കാരെ മിക്സ് ചെയ്യുന്ന സമയത്ത് എയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് AB എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാവേണ്ടത്. സൊല്യൂട്ടും ബ്രേക്ക് ചെയ്യണം, സോൾവെന്റും ബ്രേക്ക് ചെയ്യണം. സോൾവെന്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവര് സിമിലർ ആയിരിക്കുന്ന ബോണ്ടുകൾ ആയതുകൊണ്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ബ്രേക്ക് ചെയ്യാൻ 100 ജൂള് വേണം, ഇത് ബ്രേക്ക് ചെയ്യാൻ 90 ജൂള് വേണം. ഇത് രണ്ടും കൂടി ഫോം ചെയ്യുമ്പോൾ 190 ജൂള് റിലീസ് ചെയ്തു. അപ്പൊ എത്രയാണോ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമുള്ള എനർജി അത് തന്നെ നമുക്ക് റിലീസ് ചെയ്യുന്നു. അപ്പൊ ΔH മിക്സിങ് 0 ആണ്. അവർ ഒരേപോലത്തെ ടൈപ്പ് ആയതുകൊണ്ടാ. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇവര് തന്നിട്ട് ഐഡിയൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഐഡിയൽ സൊല്യൂഷൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് തന്ന് അവർ ഐഡിയൽ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസിൽ സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ് വരേണ്ടത്. ബിക്കോസ് അവരുടെ AABB ഇന്ററാക്ഷൻസ് ഒക്കെ സിമിലർ ആയിരിക്കും. ഹെക്സേനും ഹെപ്റ്റൈനും ഇപ്പൊ സിമിലർ ആയിരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി ഒന്നുകിൽ അവർ ഹോമോലോഗസ് സീരീസിൽ വരുന്ന ആൾക്കാരായിരിക്കും. ഹെക്സേനും ഹെപ്റ്റൈനും ഒരു CH2ന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നോക്കിയേ, ഹെക്സേനും ഹെപ്റ്റൈനും ഹോമോലോഗസ് സീരീസിലുള്ള അടുത്തടുത്തുള്ള ആൾക്കാരാണ്, നെയ്ബേഴ്സ് ആണ്. ബെൻസീനും ടൊളുവീനും ഹോമോലോഗസ് സീരീസിൽ വരുന്നയാളാണ്. കാരണം ബെൻസീൻ എന്ന ടൊളുവീനിലേക്ക് വരുമ്പോൾ CH2ന്റെ വ്യത്യാസമേ ഉള്ളൂ. CH2ന്റെ വ്യത്യാസം വരുന്ന എല്ലാ ആൾക്കാരും ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ക്ലോറിനും ബ്രോമിനും അടുത്തടുത്ത് വരുന്ന ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാ, സബ്സ്റ്റിറ്റ്യൂവന്റുകളാ. അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് അതിന് ഈ എക്സാമ്പിൾ ആയിട്ട് പറയാം. എഥിലീൻ ബ്രോമൈഡും എഥിലീൻ ക്ലോറൈഡും, ബ്രോമിന് പകരം ക്ലോറിൻ വന്നു. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ് ഐഡിയൽ സൊല്യൂഷൻസ് തരിക. സിമിലർ ടൈപ്പുള്ള ആൾക്കാരെ മിക്സ് ചെയ്ത്, ഇത് നിങ്ങൾക്ക് നീറ്റിനും JEEലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഒരു എക്സാമ്പിൾ തന്നിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ. ഐഡിയൽ സൊല്യൂഷൻസ് എപ്പോഴും സിമിലർ ടൈപ്പ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റാവുൾസ് ലോ എപ്പോഴും ഒബേ ചെയ്യില്ല. അവിടെ ΔV മിക്സിങ് 0 ആവില്ല, ΔH മിക്സിങ് 0 ആവില്ല. AABBയുടെ ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷനോട് ഈക്വൽ ആവണമെന്നില്ല.
അപ്പൊ ഇവര് റാവൾസ് ലോയിൽ നിന്നൊരു ഡീവിയേഷൻ കാണിക്കുന്നു. ചില ആൾക്കാരുടെ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലാ, അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ എന്ന് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് വേപ്പർ പ്രഷർ കൂടണമെങ്കിൽ, എയും ബിയും പെട്ടെന്ന് വേപ്പേഴ്സ് ആവണമെങ്കിൽ എയുടെയും ബിയുടെയും ഇന്ററാക്ഷൻ ഷുഡ് ബി വീക്ക്. അതുകൊണ്ട് വീക്ക് എ ബി ഇന്ററാക്ഷൻസ് വരുന്ന ആൾക്കാരാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം. ഇന്ററാക്ഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ വോള്യൂം കൂടും. ഡെൽറ്റ വി മിക്സിങ് പോസിറ്റീവാണ്, ഡെൽറ്റ എച്ച് മിക്സിങ് പോസിറ്റീവാണ് എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴാണ് ഇവരുടെ ഇന്ററാക്ഷൻ വീക്ക് ആവുക? എയും ബിയും തമ്മിൽ വീക്ക് ഇന്ററാക്ഷൻ, സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ വീക്ക് ഇന്ററാക്ഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അവര് കംപ്ലീറ്റ്ലി ഡിസിമിലർ ആണ്. ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാർ, വലിയ താല്പര്യമൊന്നുമില്ല, ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാരാണ് അവരെന്നങ്ങ് വിചാരിക്കുക. ഹെക്സെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ്. ഓ മൈക്കൽ ജാക്സൺ. എഥനോൾ എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ആൽക്കൈൻ ഗ്രൂപ്പും മറ്റേത് ആൽക്കഹോളും, രണ്ടും രണ്ട് ടൈപ്പാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടാൾക്കാരെ ഇതുപോലെ ഡിസിമിലർ ആയിരിക്കുന്ന ഓപ്പോസിറ്റുള്ള ആൾക്കാരെ മിക്സ് ചെയ്താൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. എൻറ്റേർലി ഡിസിമിലർ ആയിരിക്കുക. എൻറ്റേർലി ഡിസിമിലർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിരിക്കുക, പിന്നെ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവർ വരിക, ഹോമോലോഗസ് സീരീസിൽ അല്ലാതിരിക്കുക, ഒരാൾ പോളാറും ഒരാൾ നോൺ പോളാറും വരിക, അല്ലെങ്കിൽ ലെസ് പോളാറും, അതായത് പൊളാരിറ്റി വളരെ കുറവും ഹൈ പോളാറും ആയിരിക്കുന്ന ആൾക്കാർ വരിക. നല്ല വ്യത്യാസമുള്ള രണ്ടാൾക്കാരാണ് എപ്പോഴും നമുക്ക് വീക്ക് ഇന്ററാക്ഷൻ തരിക. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ ഹെക്സൈനും എഥനോളും ഓക്കെയാ, ഒരാള് ആൽക്കൈനാണ് മറ്റേയാള് ആൽക്കഹോൾ ആണ്, രണ്ടും രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, രണ്ടുപേരും ഡിഫറെന്റ് ആണ്, പോസിറ്റീവ് ഡീവിയേഷൻ. അസറ്റോണും CS2 എടുത്തോ, അസറ്റോണ് പോളാർ ആണ്, CS2 നോൺ പോളാർ ആണ്, എൻറ്റേർലി ഡിഫറെന്റ് ആയിരിക്കുന്ന പേഴ്സണാലിറ്റീസ്, പോസിറ്റീവ് ഡീവിയേഷൻ. അസറ്റോണും എഥനോളും, എഥനോളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അസറ്റോണിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ടില്ല, രണ്ടുപേരും ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാരാ. അല്ലെങ്കിൽ അസറ്റോണ് ലെസ് പോളാറും മറ്റേത് മോർ പോളാറും ആയിട്ട് പറയാം. ദർഫോർ പോസിറ്റീവ് എക്സാമ്പിൾ ആണ്. വാട്ടർ ആൻഡ് എഥനോൾ, വെള്ളത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആണ്, പക്ഷെ എഥനോളിൻ്റെത് വീക്ക് ആണ്, ഡിഫറെന്റ് ആയിരിക്കുന്ന രണ്ടാൾക്കാർ വന്നു. ക്ലോറോഫോം ആൻഡ് എഥനോൾ, എഥനോള് ആൽക്കഹോൾ ഗ്രൂപ്പ്, ക്ലോറോഫോം വേറെ ഫങ്ഷനാലിറ്റി, എൻറ്റേർലി ഡിഫറെന്റ്. ബെൻസീൻ ഈസ് ഡിഫറെന്റ്, CCl4 ഈസ് ഡിഫറെന്റ്, എൻറ്റേർലി ഡിഫറെന്റ് ആയിരിക്കുന്ന രണ്ടാൾക്കാരാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കേണ്ടത്. ഇതേപോലെ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവർ എന്നാണ് പറയാറുള്ളത്. കാരണം അവരുടെ AB ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്, അവര് വളരെ ഇഷ്ടത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ്, അവര് വേപ്പേഴ്സ് ആവുന്നില്ല, വേപ്പേഴ്സ് കുറവാണ്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. AB ഇന്ററാക്ഷൻസ് സ്ട്രോങ് ആവണം എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഡീവിയേഷൻസിന്റെ എക്സാമ്പിൾ കിട്ടും. അതെങ്ങനെയാ മനസ്സിലാക്കുക? രണ്ടാൾക്കാരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അത് നല്ലയാ, അത് സ്ട്രോങ് ബോണ്ടായി. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് എക്സാമ്പിളിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ആണ്, അത് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിളാ. അങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആസിഡും വാട്ടറും. ആസിഡും വാട്ടറും ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഇടയിലേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പ വഴി എക്സോതെർമിക് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് ആലോചിച്ചാൽ മതി. കാരണം ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ. ആസിഡ് വെള്ളത്തിലിടുമ്പോൾ എക്സോതെർമിക് എനർജി റിലീസ് ചെയ്യും, അങ്ങനെ ആലോചിക്കാം. പിന്നെയോ ആസിഡും ബേസും കൂടി ചേർന്ന് നമുക്ക് ന്യൂട്രൽ ആവും, അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, എനർജി റിലീസ് ചെയ്യും. അത് തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാ. അപ്പൊ ആസിഡും വെള്ളവും വരാം, ആസിഡും ബേസും വരാം, ഹൈഡ്രജൻ ബോണ്ടിങ്ങുള്ള ആൾക്കാർ വരാം. ഇതൊക്കെ എക്സാമ്പിളാ. നോക്ക്, ആസിഡും വാട്ടർ നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന അസറ്റോണും ക്ലോറോഫോമും, അസറ്റോണിന്റെ ഓക്സിജനും ക്ലോറോഫോമിന്റെ ഹൈഡ്രജനും ഹൈഡ്രജൻ ബോണ്ടിങ്ങാ. ആസിഡും ബേസും, അസറ്റിക് ആസിഡും പിരിഡിനും, അതൊക്കെ നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾസ് ആണ്.
അപ്പം ഞാൻ പറയുന്നതിൽ നിങ്ങൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നുള്ളത് പറയാമോ? ഐ ഗിവ് യു സർട്ടൺ എക്സാമ്പിൾസ്, യു ടെൽ മീ ഇത് ഐഡിയൽ ആണോ, പിന്നെ നോൺ ഐഡിയൽ ആണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് പറയണം. പറയോ? ലെറ്റ് us start. So I'll give you CCl4 and toluene. CCl4 and toluene. CCl4ഉം ടൊളുവിനും ഏതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും? CCl4 എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഒരാളാണ്. ടൊളുവിൻ എന്ന് പറയുന്നത് എൻ്റേർലി ഡിഫറെൻ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ്. കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാർ വരുമ്പോൾ അതൊരിക്കലും ഐഡിയൽ അല്ല, നോൺ ഐഡിയൽ ആണ്. നോൺ ഐഡിയലിൽ തന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ്സ് പോസിറ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. യു ഗെറ്റ് പോസിറ്റീവ് ഡീവിയേഷൻ. ദിസ് ഈസ് പോസിറ്റീവ്. നോൺ ഐഡിയൽ. അപ്പം നോൺ ഐഡിയൽ ആണെങ്കിൽ ഏതാണെന്ന് പറയണേ. നെക്സ്റ്റ് ലെറ്റ് us കൺസിഡർ HCOOH ആൻഡ് വാട്ടർ. നമ്മുടെ കയ്യിലുള്ളത് ഫോർമിക് ആസിഡും വാട്ടറും ആണ്. ഒരു ആസിഡും വാട്ടറും ആണ് നമ്മുടെ കയ്യിലുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആസിഡും വാട്ടറും തന്നു കഴിഞ്ഞാൽ രണ്ടിനെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡിയലിൽ വരുമോ? ഇല്ല. ഐഡിയൽ ഒരേപോലെയുള്ള ആൾക്കാരെ വരിക. ആസിഡും വാട്ടറും ചെയ്യുന്ന സമയത്ത് ആസിഡ് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ആസിഡ് വെള്ളത്തിലിടുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. നൗ ദാറ്റ് ഗിവ്സ് യു നെഗറ്റീവ് ഡീവിയേഷൻ. ആസിഡ് പ്ലസ് വാട്ടർ ഓൾവേസ് ഗിവ്സ് യു നെഗറ്റീവ് ഡീവിയേഷൻ. Let us consider CCl4 and SiCl4. CCl4 and SiCl4 ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. CCl4 കാർബൺ ടെട്രാക്ലോറൈഡും സിലിക്കൺ ടെട്രാക്ലോറൈഡും ആണ്. കാണാൻ വയ്യ? CCl4 സിലിക്കൺ, കാർബണും സിലിക്കണും തമ്മിലുള്ള ബന്ധം ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാ. 14ാമത്തെ ഗ്രൂപ്പിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ, സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഗിവ്സ് യു ഐഡിയൽ സൊല്യൂഷൻ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഐഡിയൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യം, HClO4 പെർ ക്ലോറിക് ആസിഡ് ആൻഡ് പിരിഡിൻ. HClO4 ആൻഡ് പിരിഡിൻ. ആ ശ്രീഹരി എക്സാമ്പിളിലൂടെ ഞാൻ പറയാം, ഞാനതിപ്പോൾ പറയാം കേട്ടോ. HClO4 is per chloric acid. It is an acid. Pyridine is a base. ആസിഡും ബേസും നമുക്ക് എപ്പോഴും തരുന്നത് എന്താ? ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നല്ല ഇന്ററാക്ഷൻ ആയിരിക്കും ആസിഡും ബേസും തമ്മിൽ ഉണ്ടാവുക, അല്ലേ? There should be strong interaction that gives you negative deviation. നെഗറ്റീവ് ഡീവിയേഷൻ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഞാൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. അതായത് പിന്നെ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് മനസ്സിലാകുന്നത് സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ്. ഒരേ ഗ്രൂപ്പിൽ വരിക, ഒരേ ഹോമോലോഗ് സീരീസിൽ വരിക, ഒരേ ടൈപ്പ് ആൾക്കാർ. നോൺ ഐഡിയൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. നെഗറ്റീവ് ഡീവിയേഷനിൽ ഒന്നുകിൽ എക്സോതെർമിക് ആയിരിക്കുന്ന റിയാക്ഷൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകുന്ന ആൾക്കാരെ എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ വാട്ടറും ആസിഡും എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ആസിഡും ബേസും ചേരുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പറയാം. എങ്ങനെ? അതാണ് നിങ്ങൾ എക്സാമ്പിൾ കണ്ടിരിക്കുന്നത്. അസറ്റോണും ക്ലോറോഫോമും, അവർക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ആരെ വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് എഴുതാം. പിന്നെ ഓക്കെ, സ്ട്രോങ് ആണ്. പോസിറ്റീവ് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാർ, ഒരു വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ. റെഡി? 1-2 എക്സാമ്പിൾ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങളത് പറയുന്നുണ്ടോ നോക്കട്ടെ. ഐ ഗിവ് യു ഹെക്സെയിൻ ആൻഡ് ആൽക്കഹോൾ. ഹെക്സെയിൻ ആദ്യം ഐഡിയൽ ആണെന്ന് നോക്കണം. ഹെക്സെയിൻ ഒരു ആൽക്കെയിൻ ആണ്, ആൽക്കഹോൾ ഒരു ആൽക്കഹോളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെലി ഡിസിമിലർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോൺ ഐഡിയൽ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. റെഡി? അടുത്തൊരാളെ ഞാൻ നിങ്ങൾക്ക് തരാം. ലെറ്റ് us consider CCl4.
ആൻഡ് ഹെപ്റ്റെയിൻ എന്തായിരിക്കും വരിക? CCl4 ആൻഡ് ഹെപ്റ്റെയിൻ. CCl4 ആൻഡ് ഹെപ്റ്റെയിൻ ഈസ് അഗൈൻ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഡിസിമിലർ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പം ഞാൻ കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ചെയ്യാം. ഐഡിയൽ സൊല്യൂഷൻസ് നിങ്ങൾ എടുക്കുമ്പോൾ സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ് ഐഡിയൽ സൊല്യൂഷനിൽ വരേണ്ടത്. നേരത്തെ പറഞ്ഞു CCl4ഉം SiCl4ഉം നമുക്ക് പറയാം ഒരേ ഗ്രൂപ്പിൽ വരുന്നു. ഹെക്സൈനും ഹെപ്റ്റൈനും പറയാം ഒരേ ഹോമോലോഗ് സീരീസിൽ വരുന്നു, അടുത്തടുത്ത് വരുന്നു. ബെൻസീനും ടൊളുവീനും പറയാം ഹോമോലോഗ് സീരീസ് ആണ്, അടുത്തടുത്ത് അവർ വരുന്നുണ്ട്. പിന്നെ ബ്രോമോ ഈഥൈനും അയഡോ ഈഥൈനും പറയാം. ബ്രോമിൻ അയോഡിൻ ഒരേ ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഡൈബ്രോമോ ഈഥൈന്, ഡൈ അയഡോ ഈഥൈൻ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ പറയാം. പോസിറ്റീവ് ഡീവിയേഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്നതിൽ ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അസറ്റോൺ പോളാർ ആണ്, കാർബൺ ഡൈ സൾഫൈഡ് നോൺ പോളാർ ആണ്. അല്ലെങ്കിൽ അസറ്റോൺ ലെസ് പോളാർ ആണ്, എഥനോൾ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി മോർ പോളാർ ആണ്. പോട്ടെ, അസറ്റോണും ബെൻസീനും, ബെൻസീൻ നോൺ പോളാർ ആണ്, അസറ്റോൺ പോളാർ ആണ്. അസറ്റോണും പിന്നെ ഈതറും, അങ്ങനെ അസറ്റോണിന്റെ കുറെ വെറൈറ്റീസ് നമുക്ക് എടുക്കാം. പിന്നെ ഡിസിമിലർ ആയിരിക്കുന്നത് CCl4 ഹെപ്റ്റൈന്, രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പൊ ഹെക്സൈന്, ഒരാൽക്കൈനും ഒരാൽക്കഹോളും കംപ്ലീറ്റ്ലി ഡിസിമിലർ ആണ്. എൻറ്റയർലി ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാരെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. പോസിറ്റീവ് പറഞ്ഞു. ഇനിയിപ്പം നെഗറ്റീവ് ഡീവിയേഷൻ ആൻഡ് നോൺ ഐഡിയൽ ആയിരിക്കുന്ന ആൾക്കാരെ എടുത്താൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവണം. അപ്പൊ അട്രാക്ഷൻ നല്ല ബന്ധത്തിലായിരിക്കണേ. ആസിഡും ബേസും എടുക്കാം. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് പിരിഡിൻ, ഫോർമിക് ആസിഡ് ആൻഡ് പിരിഡിൻ, പെർക്ലോറിക് ആസിഡ് ആൻഡ് പിരിഡിൻ. അല്ലെങ്കിൽ ആസിഡും വാട്ടറും നമുക്ക് എടുക്കാം. H2O ആൻഡ് HCl, H2O ആൻഡ് HNO3. അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിക്ക് വരുന്ന ആൾക്കാരെ നമുക്ക് എടുക്കാം. CHCl3 ആൻഡ് ക്ലോറോഫോം. അല്ല, അത് ക്ലോറോഫോം ആണല്ലോ. CHCl3 ആൻഡ് അസറ്റോൺ, അസറ്റോൺ. അല്ലെങ്കിൽ CHCl3യും ഈതറും എടുക്കാം. അവിടെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും. CHCl3 ഈതർ. പിന്നെ അസറ്റോൺ എടുക്കുന്നില്ലെങ്കിൽ അസറ്റോണിന് പകരം HNO3, അതിൻ്റെ ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാം. CHCl3, ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്നയാളാണ്. ഫുൾ എക്സാമ്പിൾ ബൈഹാർട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ പറയുന്നത് എക്സാമ്പിൾസ് കണ്ട് നമ്മൾ അതിൽ കുറച്ചുകൂടി മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാം, എന്നാലേ കാര്യമുള്ളൂ. ബിക്കോസ് ഇത് കഴിഞ്ഞ് നിങ്ങൾ അസിയോട്രോപിക് മിക്സ്ചേഴ്സിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ പറയുന്നുണ്ട് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് ആണല്ലോ. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് ആണല്ലോ അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. ഈ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് തന്നെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം. അയ്യോ, എഥനോളല്ല, HNO3. 68% ബൈ മാസ് HNO3 അതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ നോർമലി എൻ്റെ കയ്യിൽ 2 ലിക്വിഡുകൾ ഉണ്ടെങ്കിൽ സാധാരണ ഞാൻ 2 ലിക്വിഡിന് എടുക്കുന്നു. 2 ലിക്വിഡിനെ നമ്മൾ കൺസിഡർ ചെയ്ത് എയും ബിയും. നോർമലി നമ്മൾ ചെയ്യുന്നത് ഇതിനെ തിളപ്പിച്ചാൽ മതി. ഇതിനെ നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് എയും ബിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ ബോയിലിംഗ് പോയിന്റ് അടുത്തടുത്താണെങ്കിൽ നമുക്കൊരു ഫ്രാക്ഷനേറ്റിംഗ് കോളമൊക്കെ വെച്ച് അതിനകത്ത് കുറേ ബീഡ്സ് ഒക്കെ വെച്ച് ഈ വരുന്ന വേപ്പറിനെ നമുക്ക് കളക്ട് ചെയ്ത് തണുപ്പിച്ച് ഡിസ്റ്റിലേറ്റിനെ കളക്ട് ചെയ്യാം. എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഏതിനാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത്, അതെ, അതിൽ 3 എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണം. ബാക്കി മനസ്സിലാക്കുക സിദ്ധാർത്ഥ്. കാരണം നമുക്ക് JEE നീറ്റിൽ മേ ബി വി കൻ എക്സ്പെക്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്ന് ഏത് ഡീവിയേഷൻ ആണെന്നൊക്കെ ചോദിച്ചാൽ ലോജിക്കലി പറയാൻ പറ്റും. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അജിൻ അത് നല്ല ഭാഷയാണല്ലോ.
രണ്ടാൾക്കാർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എയും ബിയും നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ടാൾക്കാരും കൂടി ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടായത്. ആ സൊല്യൂഷനിൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവരാണ് നമുക്ക് ആദ്യം വരിക. എന്നാൽ ചില സമയങ്ങളിൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവർ ആദ്യം വരുമൊന്നുമില്ല. ചില കോമ്പോസിഷനിൽ ഞാൻ എത്ര തിളപ്പിച്ചാലും എയും ബിയും ഒരുമിച്ച് വരും. അതിനെയാണ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്ന് പറയുക. ഇവരുടെ ബോയിലിംഗ് പോയിന്റ് രണ്ട് പേരുടെ ഇൻഡിവിജ്വൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവാണെങ്കിൽ മിനിമം ബോയിലിംഗ് എന്നും, ഇൻഡിവിജ്വൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലാണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നും പറയും. അതാണ് ആ എക്സാമ്പിൾസിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ചോദ്യം പറഞ്ഞോളൂ. ഏത് എക്സാമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? Which of the following solution shows positive deviation from Raoult's law? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്നത് ആരാണ്? എളുപ്പത്തിൽ പറയാം. അസറ്റോണും അനിലിനും ആണോ? അസറ്റോണും അനിലിനും ഏത് ഡീവിയേഷൻ ആണെന്നോ? അസറ്റോണ് പോളാറൊക്കെയാണ്. ഓക്സിജന് മാത്രമല്ല ക്ലോറോഫോമിൻ്റെ കൂടെയൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാറുണ്ട്. അനിലിനിൽ എന്തായാലും ഹൈഡ്രജൻ ഉണ്ട്. യെസ്, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളവർ നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിളാണ്, അത് പോസിറ്റീവ് അല്ല. രണ്ടാമത്തെ ആളെടുത്തു അസറ്റോണും എഥനോളും എടുത്തപ്പോൾ അത് പോസിറ്റീവാണ്. വാട്ടറും നൈട്രിക്കും നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലോറോഫോമും ബെൻസീനും നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ബെൻസീനിൻ്റെ പൈ ക്ലൗഡും ക്ലോറോഫോമിൽ വരുന്ന ഈ ഹൈഡ്രജനും തമ്മിൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 2024 JEEക്ക് വന്നിരിക്കുന്ന ചോദ്യം. A solution of two miscible liquids showing negative deviation from Raoult's law will have. നമ്മുടെ കയ്യിൽ രണ്ട് മിസിബിൾ ലിക്വിഡ്സ് ആണുള്ളത്. അവർ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. JEEക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണം നമുക്കറിയാം. എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ് ആണ്. നെഗറ്റീവ് ഡീവിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് വേപ്പർ പ്രഷർ കുറവായതുകൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടായത്. വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ വേപ്പർ പ്രഷർ കുറവും ബോയിലിംഗ് പോയിന്റ് കൂടുതലുമാണ്. ഡിക്രീസ്ഡ് വേപ്പർ പ്രഷർ ആൻഡ് ഇൻക്രീസ്ഡ് ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മളതിൽ ഉത്തരമായിട്ട് പറയേണ്ടത്. റെഡി? അപ്പോൾ റൗൾട്ട്സ് ലോ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, ഇഫ് വി ഗെറ്റ് ഇനഫ് ടൈം. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു എവറി വൺ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. Have a nice day and happy learning to all of you. Thank you.